ഉമ്മാ അതുരീദീന ലിസ്സആദ, ഉമ്മാ ഞാൻ മരിക്കുമെന്ന് തോന്നുന്നു, ഈ മരണത്തിൽ എനിക്കൊരു വിജയമുണ്ടാകണമെന്ന് ഉമ്മ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഞാൻ നരകത്തിലേക്ക് പോകരുത് എന്ന് ഉമ്മാക്ക് ആഗ്രഹമുണ്ടോ? ഉമ്മ പറയാണ്, ഉമ്മ വിശദീകരിച്ചു കൊടുക്കുക. അബാൻ ഇബ്നു അയ്യാഷ് തങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു, നഅം, ഉണ്ട് മോനെ, നീ രക്ഷപ്പെടണം തന്നെയാണ് ആഗ്രഹം. ഉമ്മമാരങ്ങനെയല്ലേ, വാപ്പാരെ ഇറക്കി വിട്ടാലും വീട്ടിൽ നിന്ന് ഉമ്മാരെ അടുക്കള വാതിൽ തുറന്നു കൊടുക്കും, ഇങ്ങനെ പോരും മോനെ, വാപ്പ കാണണ്ടെന്ന് പറയും. വാപ്പ ഇനി ഒരു മുറുക്ക് വെള്ളം ഇവിടുന്ന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഉമ്മ വയറ് നിറച്ച് തിന്നാൻ കൊടുത്തിട്ട് നീ പിന്നാലെ പോയിക്കോ, വാപ്പ കാണണ്ട എന്ന് പറയും. ഉമ്മയുടെ സ്നേഹം വേറെയാണ്. സുബ്ഹാനല്ലാഹ്. ഉമ്മ എനിക്ക് വിജയം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവല്ലോ, അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇദാ ഹദറത്തിനിൽ വഫാ, എനിക്ക് മരണം ആസന്നമാകുമ്പോൾ ഫലഖിനി കലിമത്ത തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എനിക്ക് ഒരുപാട് ചൊല്ലിത്തരണേ ഉമ്മ. ഞാനത് ചൊല്ലാൻ ശ്രമിച്ചേക്കും. തൗബ ചെയ്യാണത്. ആ തൗബ അല്ലാഹു സ്വീകരിച്ചു എന്നതാണ് അത്ഭുതം കേട്ടോ. ഈ ചെറുപ്പക്കാരൻ മരിക്കുന്ന സക്രാത്തിൽ കിടക്കാൻ. ഇപ്പോൾ ഡോക്ടർമാരൊക്കെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയില്ലേ, ചിലപ്പോൾ ആ നേരത്തായിരിക്കും ബോധം വരെ ചിലർക്ക്. അപ്പം തൗബ ചെയ്യ്, എന്നാലും അല്ലാഹ് സ്വീകരിക്കും. തൊണ്ടക്കുഴിയിലെത്തിയാൽ പിന്നെ സ്വീകരിക്കൂല. അതാ അല്ലാഹ് പറഞ്ഞു, അതുവരെ സ്വീകരിക്കുന്നുണ്ട്. ഉമ്മ എനിക്ക് മരണം ആസന്നമാകുമ്പോൾ മരണത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങിയാൽ, ആകെ ഈ ഉമ്മയും മോനുള്ളൂ, വാപ്പ എന്നോ മരിച്ചതാ, ഉമ്മാക്ക് വേറെ മക്കളുമില്ല, ഈ ഒരു മോനേ ഉള്ളൂ, എനിക്ക് കലിമ ചൊല്ലിത്തരണേ ഉമ്മ. പിന്നെ പറഞ്ഞത് അത്ഭുതം, ثم ضعي قدمك على خدي بعد أن نموت, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഉമ്മ നിങ്ങളുടെ കാല് എൻ്റെ വലത്തെ കവിളിൽ ഒന്ന് ചവിട്ടിപ്പിടിക്കണേ. മരിച്ച മയ്യത്തിനെ മോൻ പറയാം, എൻ്റെ ഉമ്മല്ല ഉമ്മ, ഉമ്മാക്ക് ജീവിതകാലത്തൊന്നും ചെയ്തു തരാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല, ഇനിയിപ്പം എന്നെ കൊണ്ട് പറ്റൂല. ഉമ്മൻ്റെ കാലിൻ്റെ കവിളത്ത് വെച്ചേക്കണം. എന്നിട്ട് അള്ളാഹുവിനോട് കൈയുയർത്തി ഒന്ന് ദുആ ചെയ്യണേ. മോൻ്റെ കവിളിൻ്റെ മീതെ ഉമ്മാൻ്റെ കാല് വെച്ചിട്ട് ഉമ്മാൻ്റെ ഉമ്മ, എന്നിട്ട് നിങ്ങൾ ദുആ ചെയ്യും, ഞാൻ അത്രയും നിസ്സാരനായി പോയി ഉമ്മ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അംസൈതു റാദിയതൻ അൻഹു ഫർള അൻഹു. ഇത്ര ഉമ്മ പറഞ്ഞേക്കണം അള്ളാഹിനോട്. അല്ലാഹുവേ, എൻ്റെ മകനെ എനിക്ക് ഇഷ്ടമാണ് റബ്ബേ, എൻ്റെ മകനെ നീ ഇഷ്ടപ്പെടണമേ. ഉമ്മ അങ്ങക്ക് അത്ര പറഞ്ഞുതരാൻ പറ്റൂല, എനിക്ക് വേണ്ടി ഞാൻ മരിച്ചിട്ട് ചെയ്താൽ മതി. കാല് എൻ്റെ കവിളത്തേക്ക് വെച്ചേക്കണം, നിങ്ങളെ കാലിൻ്റെ അടി എൻ്റെ വലത്തെ കവിളിൽ ചവിട്ടിപ്പിടിച്ചിട്ട് അള്ളാഹിനോട് ദുആ ഇറക്കി. അല്ലാഹുമ്മ ഇന്നി അംസൈതു റാദിയതൻ അൻഹു ഫർള അൻഹു റബ്ബേ, നീ ഇവനെ ഇഷ്ടപ്പെടണേ അല്ലാ, ഞാൻ അവന് പൊരുത്തപ്പെട്ടിരിക്കുന്നു, അവനെ മാപ്പ് ചെയ്തിരിക്കുന്നു എന്ന് ഉമ്മ നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കണേ. മോൻ്റെ വസിയത്തല്ലേ, ഇവിടെ ആരും കാണാനൊന്നുമില്ലല്ലോ. ഉമ്മ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. യാ അല്ലാഹ്. പക്ഷെ മോന് കാര്യം പറഞ്ഞിരുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വലാ തുഖ്ബിരി അഹദൻ ബിമൗതി, ഞാൻ മരിച്ചാൽ ഉമ്മ ആരോടും പറയരുത്. കാരണം അവർക്കൊക്കെ അറിയാം ഞാൻ പാപിയായി തിന്മ ചെയ്ത് തെമ്മാടിയായി ജീവിച്ച ആളാണെന്ന്. അതുകൊണ്ട് അവരാരും എൻ്റെ ജനാസ കാണാൻ വരില്ല ഉമ്മ. അവരാരും വന്നാൽ പോലും എനിക്ക് വേണ്ടി ദുആ ഇറക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഉമ്മ, എൻ്റെ മരണം നിങ്ങൾ ആരോടും പറയണ്ട. അതാരെങ്കിലും വാടക വിളിച്ചിട്ട് എൻ്റെ മയ്യത്ത് മറവ് ചെയ്യാൻ പറഞ്ഞാൽ മതി. മകൻ്റെ അവസാനത്തെ ഒരു തേങ്ങലാണത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ അവസരങ്ങൾ എത്രയോ ഉണ്ടായിട്ട് അതൊന്നും ചെയ്യാൻ കഴിയാതെ അങ്ങനെ അവർ മരിച്ചുപോയിട്ട് പിന്നെ ബോധം വന്ന് കരയുന്ന എത്ര പേരുണ്ട്. പിന്നെ സങ്കടം അന്നൊന്നും അറിയില്ലായിരുന്നല്ലോ. 2 സെന്റ് ഭൂമിക്ക് വേണ്ടി വാപ്പയോട് തെറ്റിയവർ, 3 സെന്റ് ഭൂമിക്ക് വേണ്ടി ഉമ്മയോട് പിണങ്ങിയവർ, 4 സെന്റ് ഭൂമിയുടെ പേരിൽ ജ്യേഷ്ഠത്തിയോട് അനിയത്തിയോട് ജ്യേഷ്ഠനോട് അനുജനോട് ബന്ധം വിച്ഛേദിച്ചു കളഞ്ഞ് കുടുംബ ബന്ധങ്ങളെല്ലാം മണ്ണിന് വേണ്ടി മണ്ണുപോലെ കുടുംബ ബന്ധത്തിന് മണ്ണിൻ്റെ പോലും വില നൽകാതെ വെച്ചിട്ട് ഇവരൊക്കെ മരിച്ചുപോയാൽ പറയും പൊരുത്തപ്പെടിക്കാൻ പറ്റിയില്ല, ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയില്ല, അവരോടൊക്കെ ഒന്ന് തുറന്ന് പറയാമായിരുന്നു, മാപ്പ് തരണേ, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, എനിക്ക് പുറത്തു തരണേ,
എന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പറയാൻ കഴിയാതെ മരിച്ചുപോയിട്ട് വിലപിച്ചിട്ട് എന്ത് കാര്യം? മുഅ്മിനേ, മരണം അതൊരിക്കൽ സംഭവിച്ചാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരവില്ല. പിന്നെ വരവ് ആഖിറത്തിലേക്കാണ്, പരലോകത്തേക്കാണ്. അതുകൊണ്ട് ബന്ധങ്ങൾ വലുതാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ മക്കളോട് കാണിക്കുന്ന സ്നേഹം വലുതാണ്. സ്നേഹമാണ് മാതാപിതാക്കൾ കാണിക്കേണ്ടതും മക്കൾ തിരിച്ചു മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ടതും സ്നേഹം തന്നെയാണ്. മാതാപിതാക്കൾ നമ്മൾ വിചാരിക്കുന്ന അത്ര ചിലപ്പോൾ ഉഷാറായിക്കൊള്ളുന്നില്ല, എന്നാലും ഉപ്പയല്ലേ ഉമ്മയല്ലേ, നമ്മൾ അത്ര ചിന്തിച്ചാൽ മതി. പിന്നെ ഉമ്മ വാപ്പാമാരോട് പറയണേ, നിങ്ങൾ മക്കളെ വെറുപ്പിക്കുന്ന വാക്കൊന്നും പറയരുതേ. നിങ്ങൾ ചെലവ് കൊടുത്തു എന്നുള്ളതൊക്കെ ശരിയാണ്, നിങ്ങൾക്ക് അവർ വീട്ടിൽ കിടക്കാൻ സ്ഥലം കൊടുത്തു എന്നൊക്കെ ശരിയാണ്, നിങ്ങൾക്ക് ജനിച്ച മോനാണ് മോളാണ്. ആ ഒരു അധികാരം വെച്ച് മക്കളെ അടിമകളാക്കി നിർത്തരുതേ. മക്കൾ വെറുക്കുന്ന വാക്കുകൾ പറയരുത്. അവരൊക്കെ മനുഷ്യരാണ്. സ്നേഹവും ബോധവും കരുണയും ദേഷ്യവും ഒക്കെ ഉള്ള മനുഷ്യരാണ്. നമ്മുടെ മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ, അവർക്കൊരു അവരുടെ ഒരു പേഴ്സണാലിറ്റി, അതിനെ തകർക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുക. എപ്പോഴും ഇങ്ങനെ പിടിച്ചു കെട്ടിയിടുക. അത്യാവശ്യം പക്വതയൊക്കെ ആയിക്കഴിഞ്ഞാൽ തുമ്മ അർസിലുൽ ഹബ്ല അലാ അത്തിഖിഹി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു സംഭവമുണ്ട്. അത് മക്കളെ വളർത്തുന്നിടത്ത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ അതുകൂടെ അതിലേക്ക് ചേർത്ത് വെക്കുകയാണ്. ലാഇബുഹും സബ്അൻ, 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ കൂടെ നിങ്ങൾ കളിച്ചേക്കണം. അപ്പോൾ മുട്ടുകുത്തി കളിക്കുക, കുട്ടിനെ തോളിലിരുത്തുക, കുട്ടിനെ എടുക്കുക, ചിരിപ്പിക്കുക, ഇക്കിളിയാക്കുക, അങ്ങനെയൊക്കെ പല കുട്ടികളെ നിങ്ങൾ അവരുടെ കൂടെ കളിക്കണം 7 വയസ്സ് വരെ. അലി തങ്ങൾ പറയാണ്, 7 വയസ്സ് കഴിഞ്ഞാൽ അദ്ദിബുഹും സബ്അൻ, അടുത്ത 7 വർഷം, അതായത് 7 വയസ്സ് മുതൽ 14 വയസ്സ്, നമ്മുടെ ഹൈസ്കൂൾ പോകുന്ന പ്രായം അല്ലേ ഏകദേശം, ആ കാലം അദ്ദിബുഹും നിങ്ങൾ അദബ് പഠിപ്പിക്കണം. അവിടെ ചിലപ്പോൾ ശിക്ഷണത്തിൻ്റെയും ശിക്ഷ കൊടുക്കലിൻ്റെയും ആവശ്യം വന്നേക്കാം. ശറഅ അനുവദിച്ച പോലെ ശിക്ഷിക്കാൻ പാടുള്ളേ. അതുകൂടെ പറയണേ. പോത്തിനെ തല്ലണ പോലെ മക്കളെ തല്ലരുത്. എന്നിട്ട് പറയാം, മോനെ നന്നാകാൻ വേണ്ടി ചെയ്തതല്ലേ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗൈറ മുബർരിഹിൻ എന്നാണ്, ദേഹത്ത് മുറിവ് വരാത്ത അടിയെ അടിക്കാൻ പാടുള്ളൂ എന്നാണ്. അത് ഉസ്താദുമാരടിക്കുകയാണെങ്കിലും അടിക്കാൻ തന്നെ പാടില്ല എന്നുള്ളതാണ് നിയമം. ഉണ്ടെങ്കിൽ ഒദുരിബൂഹുന്ന എന്ന് ഖുർആൻ പറഞ്ഞെടുത്ത് ഭാര്യമാരെ അച്ചടക്കം പഠിപ്പിക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് അടിക്കേണ്ടി വന്നേക്കാം എന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? മിസ്വാക്ക് കൊണ്ട് മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കമ്പില്ലേ, മരത്തിൻ്റെ കമ്പ്, അതുകൊണ്ട് ചെറിയൊരു കൊട്ട്, ഒന്നും അടി തന്നെ പറയാൻ പറ്റൂല. അപ്പോൾ ആരോ ഒരാൾ കളിയാക്കി പറയുന്നത് കേട്ടു. അതിന് മറ്റൊരു മതവിശ്വാസിയായ ഒരു സഹോദരൻ, ഇത് പെണ്ണിനെ അപമാനിക്കലല്ലേ, മിസ്വാക്ക് കൊണ്ട് അടിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു പെണ്ണിനെ നാണം കെടുത്തലല്ലേ, പിന്നെ ഒലക്കൊണ്ട് തല്ല എന്ന് പറയാൻ പാടുണ്ടോ അവിടെ ഖുർആൻ? അങ്ങനെയാണ് ബന്ധുവിൽ പറയാം. മിസ്വാക്ക് കൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞ പെണ്ണിനെ നാണം കെടുത്തല്ലേ, അതൊക്കെ ഇവരെ അടിയാണോ എന്ന്. അപ്പോൾ ഇവർ വിചാരിക്കണ അടി മനുഷ്യനെ കൊല്ലുന്ന അടിയാണോ പിന്നെ അടിക്കേണ്ടത്? ഇഷ്ടം തോന്നുമ്പോൾ ഒരു കുറവുണ്ടാവില്ല, ഇഷ്ടക്കേട് തോന്നിയാൽ കാണുന്നതൊക്കെ തെറ്റായിരിക്കും. അപ്പോൾ ചില ആളുകൾ ഇസ്ലാമിനെ വീക്ഷിക്കുന്നിടത്ത് വരുന്നവരുടെ വീക്ഷണത്തിലെ വിഷയമാണ്. അപ്പോൾ 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയാണ് ശിക്ഷിക്കാനും ശിക്ഷണം കൊടുക്കാനും അച്ചടക്കം പഠിപ്പിക്കാനുള്ള സമയം. അപ്പോൾ കുട്ടി തെറ്റ് ചെയ്താൽ കുട്ടിയെ തിരുത്തണം, വാണിംഗ് കൊടുക്കണം, കുട്ടിയെ ബോധിപ്പിച്ചു കൊടുക്കണം, മനസ്സിലാക്കി കുട്ടികളുമായി സംസാരിക്കണം. കുട്ടി എന്ത് ചെയ്താൽ അടി കിട്ടും, എന്തിനായി കിട്ടുന്ന അടിയെന്ന് പോലും കുട്ടികൾക്ക് അറിയില്ല. അങ്ങനെ ആവരുത്. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സംസാരിക്കണം. മോനെ, ഈ ചെയ്ത് തെറ്റാണ്, ഇങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ ആവണമെന്നല്ലേ ഞാൻ നിന്നോട് ഉണർത്തിയിരുന്നത്, അതല്ലേ നീ മദ്രസയിൽ നിന്ന് പഠിച്ചത്, അതല്ലേ നിൻ്റെ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചത് എന്ന് കുട്ടിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാവണം ശിക്ഷണം. 14 വയസ്സ് വരെ. 14 കഴിഞ്ഞാൽ 21 വയസ്സ് വരെയുള്ള കാലം. നിങ്ങൾക്ക് 14 വയസ്സ് കഴിഞ്ഞ കുട്ടികളുണ്ടാവും, പെൺകുട്ടികളുണ്ടാവും. 14 വയസ്സ് കഴിഞ്ഞോ ശിക്ഷണം കൊടുക്കേണ്ട ടൈം കഴിഞ്ഞു, പിന്നെ പിടിച്ചാൽ കിട്ടൂല, പിന്നെ ഇങ്ങനെ ദ്വാരക്കാനേ പറ്റുള്ളൂ. മറ്റേത് ദുആ ചെയ്താൽ അള്ളാഹുവിനോട് ചെയ്യുന്നൊരു അസ്ബാബാണ്. ആ സബബ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഉത്തരം എളുപ്പമാണ്. ദുആ മാത്രം ചെയ്താലും അള്ളാഹു ഉത്തരം തന്നേക്കും തീർച്ചയായും. പക്ഷെ നമ്മുടെ ഒരു ബാധ്യത അവിടെ ചെയ്യാതെ പോയൊരു കുറ്റം അവിടെ കിടക്കും. 14 മുതൽ 21 വയസ്സ് വരെ സ്വാഹിബുഹും സബ്അൻ,
നിങ്ങൾ അവരുടെ സ്വാഹിബിനെ പോലെ പെരുമാറണം. നിങ്ങളുടെ ടീനേജേഴ്സ് അവരുടെ കൂടെ നിങ്ങൾ കൂട്ടുകാരനെ പോലെ പെരുമാറണം. അവർക്ക് തുറന്നു പറയാൻ കഴിയണം. അവർക്ക് നമ്മുടെ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും മൊളസ്റ്റിങ്, ആരെങ്കിലും അവരെ ശാരീരികമായി പ്രയാസപ്പെടുത്തുന്നുണ്ടോ, മാനസികമായി ദ്രോഹിക്കുന്നുണ്ടോ, വാപ്പയോട് ചെന്ന് പറയാൻ കഴിയണം. നമ്മുടെ ആൺകുട്ടികൾക്ക് വാപ്പയോട് സംസാരിക്കാൻ പറ്റണം. നമ്മൾ പേടിപ്പിച്ചിട്ട് കുട്ടികൾ അടുത്ത് തന്നെ വരില്ലല്ലോ. വാപ്പയോട് മിണ്ടി അടിയായിരിക്കും. അടി 14 കഴിഞ്ഞാൽ പിന്നെ അടിയല്ല, 14 കഴിഞ്ഞാൽ പിന്നെ സംസാരമാണ്. സംസാരിച്ച് മനസ്സിലാക്കി മൈൻഡ് ടു മൈൻഡുള്ള ബോധത്തോടുകൂടെയുള്ള സംസാരത്തിലൂടെയേ പിന്നെ കാര്യമുള്ളൂ. 21 വയസ്സ് കഴിഞ്ഞാൽ തർബിയത്തിൻ്റെ കാലം കഴിഞ്ഞുട്ടോ. തുമ്മ അർസിലിൽ ഹബ്ല അലാ ആച്ഖിഹിം, പിന്നെ കയറ് അവരുടെ പെരടിയിലേക്ക് എറിഞ്ഞു കൊടുത്തേക്കണം. പിന്നെ അവർ എങ്ങോട്ടാച്ച പോയിക്കോട്ടെ, അവർ പഴക്കൂല. ഇങ്ങനെയാണ് നിങ്ങൾ അവരെ വളർത്തിയതെങ്കിൽ ആദ്യത്തെ 1 മുതൽ 7 വരെ കൂടെ കളിച്ച്, 7 മുതൽ 14 വരെ അച്ചടക്കം പഠിപ്പിച്ച്, 14 മുതൽ 21 വരെ ഒരു സുഹൃത്തിനെ പോലെ ഉമ്മയും വാപ്പയും മക്കളോട് പെരുമാറി നന്മ പരിപോഷിപ്പിച്ച് കൊണ്ടുവന്നാൽ പിന്നെ കയറിട്ട് കൊടുത്തേക്ക്. പിന്നെ അവർ നശിക്കൂല, പിന്നെ അവർ കേടുവരൂല. ഇതാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കുട്ടികളെ വളർത്തുന്ന വിഷയത്തിൽ ലോകത്ത് തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന വലിയൊരു സ്റ്റേറ്റ്മെൻ്റാണത്. ലാഇബുഹും സബ്അൻ അദ്ദിബുഹും സബ്അൻ സ്വാഹിബുഹും സബ്അൻ തുമ്മ അർസിലിൽ ഹബ്ല അലാ ആച്ഖിഹിം. യാ അല്ലാഹ്. അതുകൊണ്ട് മാതാപിതാക്കളോട് പറയണേ, പ്രത്യേകിച്ച് മക്കളെ നമ്മൾ വെറുപ്പിക്കുന്ന വർത്തമാനങ്ങൾ ഒരു 21 കഴിഞ്ഞ് അവർ സ്വന്തമായൊരു ജീവിതം, ജോലി, അധ്വാനം, കച്ചവടം, വിവാഹം ഒക്കെ നടക്കുന്ന സമയമാണ്. മക്കളൊക്കെ നമുക്ക് സ്നേഹം തരണം നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ? അവരോട് മനസ്സുകൊണ്ടെങ്കിലും അവർക്ക് വെറുത്തു പോകുന്ന വാക്കുകളോ പെരുമാറ്റമോ, മക്കളോട് ഏറ്റ വ്യത്യാസമോ മാതാപിതാക്കളും ചെയ്യല്ലേ. ഇനി മാതാപിതാക്കൾ അങ്ങനെ ചെയ്താൽ തന്നെ മക്കൾ മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അവർ നന്നാവൽ ഷർത്തല്ല. മാതാവിനോട് നല്ല നിലക്ക് പെരുമാറാൻ ഉമ്മ നന്നാവണമെന്ന് ഷർത്തല്ല, വാപ്പ നന്നാവണമെന്നത് ഷർത്തല്ല. വാപ്പ എങ്ങനെയാണെങ്കിലും ഉമ്മ എങ്ങനെയാണെങ്കിലും മക്കൾ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എന്ന സ്നേഹവും ബഹുമാനവും അവർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലാഹു തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് 2 കാര്യവും ഞാനിപ്പോൾ പറഞ്ഞു. മാതാപിതാക്കളെ അനുസരിക്കണമെന്ന ഭാഗം വരുമ്പോൾ മാത്രം ആ കേസറ്റ് എന്ന് വെച്ചു കൊടുത്താൽ മോളെ ആ കേസറ്റ് എന്ന് വെച്ചാൽ അപ്പോൾ ഉമ്മാനി വാപ്പാനെ നോക്കണ കേസറ്റ് ഇങ്ങനെ പറയുമ്പോൾ നല്ല രസത്തിൽ കേട്ടിക്കുക. ഉമ്മി വാപ്പി മക്കളോട് ഇങ്ങോട്ട് നന്നായിട്ട് പെരുമാറണേ എന്ന് പറഞ്ഞത് വാപ്പ കേൾക്കില്ല. ആ മൂല്യം തീരെ ശരിയില്ല എന്ന് പറഞ്ഞാൽ എണ്ണീറ്റ് പോവും. അങ്ങനെ ആയി പോവരുത്. 2ഉം വേണം. നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യണം? മക്കളോട് നല്ല നിലക്ക് പെരുമാറണം, മറന്നു പോവരുത്. അബാൻ ഇബ്നു അയ്യാഷ് തങ്ങൾ ഈ ഒരു അനുഭവം ലോകത്തോട് പറയുന്നത്, ജീവിതകാലത്ത് മാതാവിനോട് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത ചെയ്യാതെ ജീവിച്ച ഒരു മനുഷ്യൻ, അള്ളാഹുവിനോട് ചെയ്യേണ്ട ബാധ്യത ചെയ്യാൻ കഴിയാതെ തിന്മ ചെയ്യുന്ന കൂട്ടുകാരുടെ കൂടെ നടന്ന് സംഘത്തിൽപ്പെട്ടിട്ട് സെറ്റുകൂടി നടന്നിട്ട് നന്മയുടെ ഒരു കണിക പോലും കയ്യിലില്ല, തൗഹീദിൻ്റെ ഒരു വിശ്വാസമല്ലാതെ ആ ചെറുപ്പക്കാരൻ അവസാനം ഉമ്മയോട് പശ്ചാത്തപിക്കുകയാണ്, ഉമ്മയോടും അപ്പ് ചോദിക്കുകയാണ്. ഉമ്മ, എൻ്റെ കവിളിൽ കാല് വെച്ച് ചവിട്ടി പിടിച്ച് നിങ്ങൾ റബ്ബിനോട് എനിക്ക് വേണ്ടി ദുആ ഇരക്കണേ. ഉമ്മ, ഞാൻ രക്ഷപ്പെടണം എന്ന് അങ്ങേക്ക് ആഗ്രഹമില്ലേ? ഉണ്ട് മോനെ, എന്നാൽ ദുആ ഇരക്കണേ. അല്ലാഹുമ്മ ഇന്നി അംസൈതു അൻഹു റാദിയതൻ ഫർളഅൻ. അല്ലാഹുവേ, ഞാൻ എൻ്റെ മോനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു റബ്ബേ, എൻ്റെ മോന് പുറത്തു കൊടുക്കണേ, നീ ഇഷ്ടപ്പെടണമേ. യാ അല്ലാഹ്, ഞാൻ അതുപോലെ ചെയ്തു. അബാൻ ഇബ്നു അയ്യാഷ്, അവൻ്റെ മരണം ഞാൻ ആരോടും പറഞ്ഞില്ല. 4 പേരെ ഞാൻ കൂഫയിൽ ബസറയിലെ അങ്ങാടിയിൽ ചെന്ന് വാടകയ്ക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ടാണ് അവൻ്റെ മയ്യത്ത് കൊണ്ടുപോയത്. ഞാൻ എൻ്റെ കവിളിൽ അവൻ പറഞ്ഞ പോലെ, അവൻ്റെ കവിളിൽ ഞാൻ എൻ്റെ കാല് മെല്ലെ പതിയെ ഒന്ന് വെച്ചു. മോൻ പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിലും ഒന്ന് മെല്ലെ, റബ്ബേ, ഞാൻ എൻ്റെ മോന് പുറത്തു കൊടുത്തിരിക്കുന്നു, അല്ലാ നീ പുറത്തു കൊടുക്കണമേ. മഹാനവറുകൾ ചോദിച്ചു, ഫമാദാ ഹദത്ത്, മോൻ മരിച്ചില്ലേ, മറവ് ചെയ്ത് കഴിഞ്ഞില്ലേ, എന്താണിപ്പോൾ തോന്നുന്നത്? ഉമ്മങ്ങ് ചിരിക്കാൻ തുടങ്ങി. ഫളഹികത്, ഉമ്മ ചിരിച്ചു. മാ യുദ്ഹികുകി, എന്തിനാണ് ഉമ്മ നിങ്ങൾ ചിരിക്കുന്നത്? ആ ഉമ്മ പറയാൻ, വല്ലാഹി ബഅദ അൻ ദഫൻതുഹു, നമ്മൾ മറവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലരെങ്കിലും നല്ല നല്ല സ്വപ്നങ്ങൾ കാണും. വാപ്പാനെ കുറിച്ച്, ഉമ്മാനെ കുറിച്ച്, വല്യപ്പാനെ, ചെറിയ മക്കൾ കാണും. ചിലപ്പോൾ
ഞാൻ വല്യാപ്പാനെ കണ്ടുമ്മ, വല്യാപ്പണ്ട് വെളുത്ത കുപ്പായിട്ട് അവിടെ കസാരയിൽ ചാരി ഇരിക്കണു, ചായ കുടിക്കുന്നു. കുട്ടി പറയും അല്ലേ, ചിലപ്പോൾ ഉമ്മ കാണും ഭർത്താവിനെ, ഉമ്മ കാണും ഉമ്മയുടെ ഉപ്പയെ. മരിച്ചു പോകുന്ന ആളുകളോട് അടുപ്പമുള്ള ആളുകൾക്ക് ചില സ്വപ്നങ്ങൾ അള്ളാഹു തരും. അത് റൂഹിൻ്റെ ഒരു കണക്ഷനാണ്. അത് പലതും സത്യസന്ധമായിരിക്കും. അള്ളാഹു നല്ലത് കാണിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മരിച്ചുപോയ